കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ മുന്നണിയിലേക്ക് എത്തിക്കാനുള്ള നീക്കം വേഗത്തിലാക്കുകയാണ് UDF. ജോസ് കെ മാണിയുമായി VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും ചർച്ച നടത്തി. ഇടതുമുന്നണി വിടാൻ എതിർപ്പറിയിച്ച റോഷി അഗസ്റ്റിനെയും പ്രമോദ് നാരായണനെയും അനുനയിപ്പിക്കാൻ സമയം വേണമെന്നാണ് ജോസ് കെ മാണിയുടെ നിലപാട്. 16-ന് ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതായിരിക്കും. ഷിനോ ജസ്റ്റിയാണ് വിവരങ്ങളുമായി ചേർന്നത്. ഷിനോജ്, രാഷ്ട്രീയ കേരളത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മാണി വിഭാഗത്തിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ്. തിരികെ UDF-ലേക്ക് വരുമോ അതോ UDF-ലേക്ക് വന്നാലും മറ്റൊരു പിളർപ്പുണ്ടാകുമോ എന്ന് തുടങ്ങിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പാർട്ടിയെ ഒന്നാകെ തന്നെ UDF-ലേക്ക് എത്തിക്കാൻ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ 2 വിഭാഗത്തിൽ നിൽക്കുന്നവരെല്ലാം ഒന്നിച്ച് UDF-ലേക്ക് എത്തിക്കാൻ പാകത്തിനുള്ള നീക്കങ്ങളാണ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതും അല്ലേ? പൂജ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വലിയ തിരിച്ചടിയാണ് ആ പാർട്ടിക്ക് അവിടെ ഉണ്ടായത്. സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ്, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി മാറണം എന്നൊരു ആവശ്യം നേതാക്കളൊക്കെ തന്നെ ഈ പാർട്ടിക്കുള്ളിൽ പരസ്യമായൊക്കെ തന്നെ രംഗത്ത് പറയുകയും ചെയ്തു. പക്ഷേ മൈക്കിന് മുന്നിൽ അത്തരത്തിൽ നേതാക്കളൊന്നും തന്നെ പറയുന്നില്ല എങ്കിൽ പോലും പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര ചർച്ച എന്ന് പറയുന്നത് നിലവിൽ ഇനിയുള്ള കാലം LDF-നൊപ്പം നിൽക്കുന്നത് അത്ര നല്ലതല്ല, UDF-നൊപ്പം മാറണമെന്നൊരു ചിന്ത തന്നെയാണ് ഭൂരിഭാഗം നേതാക്കളും ഒക്കെ തന്നെ പറയുന്നത്. അത് ആ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് തന്നെയാണ്, പ്രത്യേകിച്ച് ആ ഒരു സ്പേസിലേക്ക് കടന്നു കയറാൻ തന്നെയാണ് നിലവിൽ ഇപ്പോൾ UDF-ന്റെ തീരുമാനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ VD സതീശനും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ജോസ് കെ മാണിയുമായി ഒക്കെ തന്നെ മൊബൈൽ ഫോൺ വഴിയൊക്കെ നടത്തി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. അത് കേരള കോൺഗ്രസ് എമ്മിലെ ചില നേതാക്കൾ, പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾ തന്നെ നമ്മോട് സംസാരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ. അതായത് ഓഫർ ഉണ്ട്, പക്ഷേ അങ്ങോട്ട് പോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനം, അന്തിമമായ തീരുമാനം ഇതുവരെയും കേരള കോൺഗ്രസ് എം എടുത്തിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചില നേതാക്കൾക്ക്, പ്രത്യേകിച്ച് റോഷി അഗസ്റ്റിനും റാന്നി MLA ആയിട്ടുള്ള പ്രമോദ് നാരായണൻ ഉൾപ്പെടെയുള്ള പ്രത്യേകിച്ച് 2 MLA-മാർക്ക് അവർക്ക് ഇപ്പോഴും LDF-ൽ തന്നെ തുടരണം എന്നതാണ് അവരുടെ ആവശ്യമെന്ന് പറയുന്നത്. ബാക്കി 3 MLA-മാർ, നിലവിൽ ഇപ്പോൾ 5 MLA-മാരുള്ളത് കാഞ്ഞിരപ്പള്ളി MLA ആയിട്ടുള്ള N ജയരാജ, ഒപ്പം ചങ്ങനാശ്ശേരി MLA ആയിട്ടുള്ള ജോബ് മൈക്കിൾ, പൂഞ്ഞാർ MLA ആയിട്ടുള്ള സെബാസ്റ്റ്യൻ കൊളത്തങ്ങൾ, ഈ 3 MLA-മാർക്കും നിലവിൽ ഇപ്പോൾ അവരുടെ നിലവിലെ ഒരു LDF തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ബലമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിലവിൽ അവർ LDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച് കഴിഞ്ഞാൽ അവിടെ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ ഒരു കാര്യം കൂടി മുൻകൂട്ടി വെച്ചുകൊണ്ടാണ് UDF-നൊപ്പം ചേരണം എന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ നിലവിൽ ഇപ്പോൾ തദ്ദേശത്തിലുണ്ടായ ആ ഒരു തിരിച്ചടി അത് മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ചർച്ചകളൊക്കെ വലിയ തോതിൽ തന്നെയുണ്ട്. അപ്പോൾ UDF-ലേക്ക് എത്തുമോ കേരള കോൺഗ്രസ് എം എന്നുള്ള ഒരു ഒറ്റ ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ 5 വർഷക്കാലത്തോളം LDF-ന്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം വീണ്ടും UDF-ലേക്ക് എത്തും എന്നുള്ള ചർച്ചകളൊക്കെ സജീവമാവുകയാണ്. അതിൽ പ്രധാനം VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും ചർച്ച നടത്തി എന്നുള്ളത് കൂടിയാണ്. അങ്ങനെ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും എല്ലാം എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. തുടരുമെന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് റോഷി അഗസ്റ്റിന്റെ ഒക്കെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടതാണ്. അവരെ അനുനയിപ്പിച്ചുകൊണ്ട് ഒന്നാകെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനുള്ള തരത്തിലുള്ള നീക്കമായിരിക്കും UDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതും. ഷിനോ ജസ്റ്റി വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ഷിനോജ്, UDF-ലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യം, എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഏത് പ്രദേശമാണ് തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെടാൻ പോകുന്നത് എന്നുള്ള മറ്റൊരു ചോദ്യം, പാലയാണ് മുന്നിലേക്ക് വെക്കുന്നത് എന്നുള്ളെങ്കിൽ മാണി സി കാപ്പൻ ഉറപ്പായിട്ടും ഇടഞ്ഞു നിൽക്കും എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോട്ടയത്തെ മറ്റ് സ്ഥലങ്ങളൊക്കെ പരിഗണിക്കേണ്ടി വരും. ആ തരത്തിൽ UDF-ലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ പോലും അങ്ങേയറ്റം വലിയ ചർച്ചകൾ തുടരെ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവരെയെല്ലാം ഒരുമിപ്പിച്ച് നിർത്തുകയും വേണം. പൂജ, അത്തരത്തിലുള്ള ചർച്ചകളിലേക്കൊന്നും തന്നെ കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പാല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വന്നാൽ ഒരുപക്ഷെ മാണി സി കാപ്പന്റെ മറ്റേതെങ്കിലും സീറ്റ്, അല്ലെങ്കിൽ ജോസ് കെ മാണിക്ക് കുറച്ചുകൂടി ഷുവറായിട്ടുള്ള ഏതെങ്കിലും വടക്കൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു സീറ്റിലേക്ക് മാറുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ പരിഗണിച്ചേക്കും. എന്തായാലും ഇന്ന് രാവിലെ മുതൽ വന്ന ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ ജോസ് കെ മാണി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അമ്പാടെ തള്ളുകയാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. പ്രത്യേകിച്ച് ഈ മധ്യമേഖല ജാഥ ക്യാപ്റ്റനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ, അത്തരമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ മുന്നണി യോഗത്തിലൊക്കെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. നിലവിൽ LDF-നൊപ്പം തുടരാനാണ് തങ്ങളുടെ തീരുമാനം എന്നൊരു കാര്യമാണ് ഏകദേശം ഒരു 25 മിനിറ്റ് മുൻപ് വന്ന ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത്: കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് പലവട്ടം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒഴിവാക്കാനാകാത്ത ചില സ്വകാര്യ ആവശ്യങ്ങൾ ഉള്ളതിനാലാണ് നിലവിൽ ഇപ്പോൾ കേരളത്തിന് പുറത്ത് യാത്ര ചെയ്യേണ്ടി വരുന്നത്. ഇക്കാരണത്താലാണ് തിരുവനന്തപുരത്തെ ഇടതുമുന്നണി യോഗത്തിൽ സമരപരിപാടിയിലൊക്കെ തന്നെ പങ്കെടുക്കാൻ കഴിയാതെ പോയത്. ഇതൊക്കെ തന്നെ, ഈ വിവരങ്ങളൊക്കെ തന്നെ മുന്നണി നേതാക്കളെ ഇതിനു മുൻപ് തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് ഇപ്പോൾ പുറമെ നടക്കുന്ന ചർച്ചകൾക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. കേരള കോൺഗ്രസ് ഒറ്റക്കെട്ട തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും എന്നാണ് നിലവിൽ ഇപ്പോൾ ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം എന്ന് പറയുന്നത്. അതേസമയത്ത് തന്നെ ഇത്തരത്തിലൊരു ചർച്ച നടന്നു, അത് ഏതെങ്കിലും തരത്തിൽ VD സതീശനുമായോ കുഞ്ഞാലിക്കുട്ടി
കുട്ടിയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ഏതെങ്കിലും ചർച്ച നടന്നോ എന്ന കാര്യത്തിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു സ്ഥിരീകരണമില്ല. പക്ഷേ അത്തരത്തിലുള്ള അതായത് മൊബൈൽ ഫോൺ വഴിയൊക്കെ തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ മുതിർന്ന നേതാക്കൾ പോലും നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ പൂർണ്ണമായും അവരെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ ഒരു വിസ്മയം വി ഡി സതീശന്റെ വാക്കുകൾ കടമെടുത്ത ഏതെങ്കിലും തരത്തിൽ വിസ്മയം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ചില MLA-മാരെങ്കിലും അടർത്തിയെടുക്കാൻ UDF അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ UDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അത് എത്രത്തോളം വിജയം കാണും എന്നത് വരും ദിവസങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ശരി, ഷിനോ ജസ്റ്റിയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അല്പസമയം മുൻപ് ജോസ് കെ മാണിയുടേതായിട്ട് വന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നത് ഒരുപാട് തവണ ആവർത്തിച്ചതാണ്, നിലവിൽ ഇത്തരത്തിലുള്ള ചർച്ചകളൊന്നും തന്നെയില്ല, മുന്നണി ഒറ്റക്കെട്ടായി തീരുമാനമെടുത്ത് മുന്നിലേക്ക് പോകും എന്നുള്ളതാണ്. എന്തായാലും ഈ തരത്തിലുള്ള ചർച്ചകൾ കൂടി രാഷ്ട്രീയ കേരളത്തിൽ സജീവമായി മുന്നിലേക്ക് വരികയാണ്. ഷിനോജാണ് വിവരങ്ങൾ നൽകിയത്.